നമസ്കാരം. ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുധീഷ് ഗുരുവായൂരിൻ്റെ അടുത്താണ്. നമസ്കാരം. ശരിക്കും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വൈറലായി നിൽക്കുന്ന ആളാണ് താങ്കൾ എന്ന് പറയുമ്പോൾ. കാരണം ഇപ്പൊ ഈ വിഷുവിന് തന്നെ ആൾക്കാർക്ക് വിഷുക്കണി കണി കാണാൻ വേണ്ടി കണിക്കൊന്ന് കൊടുത്തു ഇല്ലേ? അത് ശരി, സത്യം പറയാൻ വൈറലാവാൻ വേണ്ടി അങ്ങനെയല്ല. നമുക്ക് കിട്ടിയതിന്റെ കുറച്ച് ഭാഗം അത് മറ്റുള്ളവർ കൂടി കൊടുക്കാതെ മാത്രം. ഞങ്ങളുടെ കഴിഞ്ഞ വർഷം ഇതിനേക്കാൾ കൂടുതൽ ആ മരത്തിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം കുറവായിരുന്നു. അപ്പോ ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഉള്ളത് ഇപ്പോൾ പൊതുവെ അറിയാലോ നമുക്ക്. ഈ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് ഒന്ന് ഒരുപാട് ഷിപ്പിംഗ് ഒന്നും ഇല്ലാത്ത സമയമല്ലേ, ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ളൊരു ഇതാണ്. അത് എല്ലാ വർഷവും ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് കുറഞ്ഞു വരും. അതുപോലെ ഓണം ആകുമ്പോൾ കുറച്ച് പച്ചക്കറിയുടെ കിറ്റ് കൊടുക്കാറുണ്ട്. ഇതെല്ലാം ചെയ്യാനുള്ള കാരണം ഒരു കർഷകനായതുകൊണ്ടാണ് അല്ലേ? അതെ അതെ, സത്യം അതാണ്. മനസ്സ് സന്തോഷം കിട്ടും തന്നെ. നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് ഒരുപാട് ഒരു സന്തോഷം തോന്നുന്നു മനസ്സിന്. ആ ചെയ്ത വർക്കിന് നമുക്കൊരു പ്രതിഫലം കിട്ടുന്ന പോലെ മനസ്സ് സന്തോഷമാണ് അത്. ഞാൻ ശരിക്കും പറഞ്ഞ പഴയ ഫാം ഹൗസിൽ വന്നിരുന്നു. അതെ, അത് അതിമനോഹരമായിരുന്നു. എനിക്ക് 4.5 ഏക്കറിന് പുറത്തുണ്ടായിരുന്നു നെൽകൃഷിയും. പിന്നെ ഒരുപാട് കൃഷി നമ്മുടെ നാടാണ്. ഒരു ഗ്രാമം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. അത് സത്യം ഒരു എല്ലാവരും പറയും ഗ്രാമം പോലെ. ഇപ്പോൾ ഷാജി വരികയാണെങ്കിൽ പറയും അത് നമ്മുടെ ഗ്രാമം, നമ്മുടെ നാട്ടിലുള്ള ഒരു ഗ്രാമമാണെന്ന് തോന്നുന്ന പോലെ. അങ്ങനെയായിരുന്നു. 4.5 ഏക്കറാണ് അത്. കാരണം നമുക്ക് അതിന്റെ വരമ്പിലൂടെ നടക്കാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചെറിയ ഹട്ടുണ്ട്, അവിടെ പോയി ഇരിക്കാം. പിന്നെ വള്ളം. അതെ, നമ്മുടെ ഒരു ഷാർജയിൽ ഇന്ന് ഗേറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഉള്ളിലോട്ട് കടക്കുമ്പോൾ തന്നെ നമ്മൾ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കാം. ആ വരവും ആ നേരെ പോണത് പാടത്തേക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയല്ലേ, നമ്മള് വീടിന്റെ മുന്നിലൊന്നും പാടുന്നതിലും ബാക്കിലൂടെ ഒക്കെ പോയിട്ടുള്ളൊരു സംഭവം. ഇറങ്ങി ചെല്ലുന്നത് പാടത്തേക്കാണ്. പാടം, വരമ്പ്, ചായക്കട, പിന്നെ ഒരു എന്താ പറയാ പോസ്റ്റ് ഓഫീസ്, അതുപോലെ നമ്മുടെ വെള്ളം ഇടാനുള്ള ഒരു തോണി, അങ്ങനെയൊക്കെ ആയിട്ടുള്ള. പിന്നെ അതിന് ശേഷം വരുന്നത് മല, കുന്ന്, അതുപോലെ വെള്ളച്ചാട്ടം ഒക്കെ വരുന്നുണ്ടല്ലോ. ഒക്കെ അങ്ങനെ ഓരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആൾക്കാർക്ക് വന്ന് കണ്ടു പോകാൻ വേണ്ടിയിട്ടുള്ള, ആസ്വദിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള സംഭവം ആണ്. ഈ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു എഞ്ചിനീയർ ആണ് ബേസിക്കലി സുധീഷ്. ഇലക്ട്രിക്കലാണ് അല്ലേ? ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ താങ്കൾ എങ്ങനെയാണ് ഒരു കർഷകനായി ആ ഒരു ഫോമിലേക്ക് വന്നതോ? അതൊരു പറഞ്ഞാല് നമ്മള് ഒരു ഒഴുക്കൂടെ പോയി, ഫോർ എക്സാമ്പിൾ ഒരു എന്താ പറയുക, ഒരു വെള്ളത്തിൽ കൂടെ ഒരു സാധനം ഒഴുകി പോണ പോലെ ആ പോയത് എവിടേക്കോ എത്തി. അത് ആ ഒരു ഇന്നതാവണമെന്നൊന്നും മനസ്സിലുണ്ടായിട്ടില്ല. ഞങ്ങൾ ഒരു കൃഷി കുടുംബമല്ല, പ്രത്യേകിച്ച് ഗുരുവായൂർ ടൗണിൽ തന്നെ അറിയാലോ. അപ്പോൾ അമ്മ ഒരു ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു. അച്ഛൻ ഇവിടെ ഷാർജയിൽ അടിച്ചിട്ടുള്ള മറ്റേ ചെയർമാൻ്റെ പേഴ്സണൽ ഡ്രൈവറായിരുന്നു. അങ്ങനെ കൃഷിയായിട്ടുള്ള ഒരു കുടുംബമായിട്ടൊന്നുമല്ല. പഠിച്ചു നാട്ടിൽ. വീട്ടിൽ നമ്മ എന്തെങ്കിലും പണിക്കാരൊക്കെ വെച്ച് ചെയ്യുന്നു, കൃഷി ചെറിയ അല്ലറ ചില്ലറ പണികളായിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ നനയ്ക്കാൻ പോലും ഞാൻ ചെയ്യാറില്ല. അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ പോലും നനയ്ക്കാറില്ല. അങ്ങനത്തെ ഒരു ഇഷ്ടം, ഇതിനോട് താല്പര്യം അന്ന് ഉണ്ടായില്ല എന്നർത്ഥം. പക്ഷെ ഇവിടെ വന്ന് ഇലക്ട്രിസിറ്റിയിൽ 97 വന്നു. ഷാർജ ഇലക്ട്രിസിറ്റി ജോയിൻ ചെയ്തു. പിന്നെ അങ്ങനെ കുറേശ്ശെ വർഷമായിട്ട് പിന്നെ അതിന് 2000 കല്യാണം കഴിഞ്ഞു. അപ്പോൾ വൈഫ് കുറച്ച് വിത്ത് കൊണ്ടുവന്നു. അങ്ങനെ അവിടുന്ന് അങ്ങനെ കുറച്ച് ചെറിയ രീതിയിൽ ചെയ്തിട്ട് അപ്പോഴാണ് നമുക്ക് ആവശ്യങ്ങൾ വരുന്നത്. നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള പച്ചക്കറി കഴിക്കുക എന്നുള്ളൊരു ആവശ്യം വരുന്നത് ആ തുടക്കം അങ്ങനെയാണ്. അങ്ങനെ കൃഷി ചെയ്ത് പഠിച്ചു. ഇപ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ പുറകിലുള്ള സ്ഥലത്തൊക്കെ എന്താ പറയുക, ഓഫീസിൽ എപ്പോഴും ഉള്ളിലിരിക്കാറില്ല. അതിൻ്റെ ശേഷം പണി കഴിഞ്ഞതിന് ശേഷം ആ സ്ഥലത്ത് കുറേശ്ശെ ചെറിയ പച്ചമുളക് വിത്തിടുക, അങ്ങനെ ഇട്ടിട്ട് ചെറിയ ഇതിലോട്ട് ഇൻട്രസ്റ്റ് വന്നതാണ്. വൈഫായിട്ട് വരുമ്പോൾ അവൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് വിത്തുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അവൾക്ക് ഇതിൽ താല്പര്യമുള്ള ആൾക്കാരെ. അപ്പോൾ അതിനുശേഷം തുടക്കമാണ്. എവിടേക്കോ എത്തി. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട്. അതുപോലെ തന്നെ നെൽകൃഷി ആദ്യമായിട്ട് GCCയിൽ ചെയ്യുന്നത് തുടങ്ങിയത് ഞാൻ തന്നെയാണ്. അത് തന്നെയാണ് ആക്ച്വലി. എനിക്ക് എപ്പോഴും കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ്. ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന സാധനം തന്നെ റിപ്പീറ്റേഷൻ ഞാൻ ചെയ്യാറില്ല. ഇപ്പോൾ തക്കാളി പച്ചമുളക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന്, പക്ഷേ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് ചെയ്യാൻ പറ്റുക
അതാണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇവിടെ ഷാർജയിൽ നമുക്കറിയാം മണലിലൊക്കെ നെൽകൃഷി ഉണ്ടാവാൻ ഒത്തിരി പാടല്ലേ. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ഒരു ആവേശവും പഠിച്ചെടുക്കാനും അങ്ങനെ പഠിച്ചെടുത്ത് ഒരു ചെറിയ രീതിയിൽ ചെയ്തു. അത് ഫെയിലായി, പിന്നെയും ചെയ്ത് നോക്കി, അതിൻ്റെ പോരായ്മകൾ കണ്ടുപിടിച്ചു. പിന്നെ ചളിയാക്കണം, എങ്ങനെ ചളിയാക്കുക എന്നുള്ളത് കണ്ടം ചെയ്യുമ്പോൾ ചളിയാക്കണമല്ലോ, ആ ചളി എങ്ങനെ ആക്കും അതൊക്കെ അങ്ങനെ ഉണ്ടാക്കി നമ്മൾ പഠിച്ചെടുത്തു. അങ്ങനെയാണ് നെൽകൃഷിയിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അമ്മ എന്നും പറയും നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ പാടവും നെല്ലും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അന്ന് അവിടെ പോലും ഇറങ്ങാത്ത പോകാത്ത ആളെ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു എങ്ങനെ പഠിച്ചിരുന്നു അമ്മനെ ആശ്രയിക്കാറുണ്ട്. കാരണം അത്യാവശ്യം നല്ല വിളവൊക്കെ എല്ലാ വർഷവും കിട്ടായിരുന്നു. ഇവിടെ ഉണ്ടാവാറുണ്ട്, കൊയ്ത്തും മതിയൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ ഒരു നിമിത്തം ഇൻട്രസ്റ്റ് ഇതിന് ഞാൻ പറഞ്ഞ ഏറ്റവും വേണ്ടത് താല്പര്യമാണ്, നല്ലൊരു മനസ്സും വേണം. തീർച്ചയായിട്ടും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നെൽകൃഷി മാത്രമല്ല, ഇപ്പോൾ ഷാർജയിൽ ഗോതമ്പ് പാടം തന്നെ വന്നു കഴിഞ്ഞു. 2 പ്രാവശ്യം അത് വിളവെടുത്തു. അപ്പം അങ്ങനെയുള്ള കാർഷിക മേഖല ശരിക്കും പറഞ്ഞാൽ പ്രവാസം ശക്തി പ്രാപിക്കുകയാണ്. ജെന്യൂനായിട്ടുള്ള എന്താണ് പച്ചക്കറികൾ ഇവിടെ തന്നെ കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള വിളവെടുത്ത് ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിന് സുധീഷ് എങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം? ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറാൻ എന്താ പറയുക, അമേരിക്ക ഇറാൻ യുദ്ധം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ പച്ചക്കറിയുടെ വരവ് നിന്നു. ഒരുപാട് നമുക്ക് എന്താ പറയുക നിത്യോപയോഗ സാധനങ്ങൾക്ക് എല്ലാവരും വില ബാധിച്ചു. പൊതുവെ ഭയങ്കരമായിട്ടില്ലെങ്കിലും നോർമലേക്കാളും കുറച്ച് കൂടിയിട്ടുണ്ടല്ലോ, കാരണം ഷിപ്പിംഗ് ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ സ്വന്തം തീരുമാനം എടുക്കുകയാണ്. ഒരു ബാൽക്കണി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വില്ല ആയിക്കോട്ടെ, കുറച്ചെങ്കിലും പച്ചക്കറി ഉണ്ടാക്കിയെടുക്കുക. അവർക്ക് ആവശ്യത്തിനുള്ള കുറച്ചൊരു മല്ലി, കറിവേപ്പോ, പച്ചമുളകോ, തക്കാളി, അങ്ങനെ ചെറിയ രീതിയിൽ ആൾക്കാർ ചെയ്തു തുടങ്ങിയതാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കും ആൾക്കാർ. അത് ആവശ്യം വരുമ്പോൾ നമ്മളെല്ലാം ചെയ്യണം. അപ്പം എനിക്ക് ഇതിലോട്ട് താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതിലോട്ട് ഇങ്ങനെ കടങ്ങുന്നത്. നെൽകൃഷി ആയിക്കോട്ടെ എല്ലാം നമ്മൾ അതിൻ്റെ താല്പര്യം വന്നതുകൊണ്ട് അങ്ങനെ പഠിച്ചെടുത്തുകൊണ്ടാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് നമുക്ക് ആവശ്യമാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ വെല്ലെടുത്തു, ഈ വീട്ടിൽ ചെയ്യാത്ത നമ്മൾ പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങാറേ ഇല്ല. അതെ അതെ. അപ്പോൾ നമുക്ക് വേണ്ട പച്ചക്കറികൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക, ശ്രമിക്കുക. ബാക്കി അപ്പോൾ ബഡ്ജറ്റ് നമുക്കറിയാലോ ഭയങ്കരമായിട്ട് കുറയും ചെയ്യും നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് നല്ല ശുദ്ധമായിട്ടുള്ള പച്ചക്കറി കഴിക്കുകയും ചെയ്യാം, വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം. ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്ന പച്ചക്കറികൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ കൊടുക്കാറുണ്ട് ഒരുപാട്. ഞങ്ങൾ കുറച്ചൊരു ഫാമിലീസ് ഉണ്ട് ഇവിടെ, വാട്സപ്പ് ഗ്രൂപ്പാണ്. ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം, കാരണം അത് ഞങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഞങ്ങൾ കണ്ടമാനം വിപണിക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് കടകൾക്ക് കൊടുക്കാൻ ഉണ്ടാവില്ല. പക്ഷേ ഉള്ളത് ഞങ്ങൾക്ക് മിച്ചം വരുന്നത് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ തക്കാളി, പച്ചമുളക്, വെണ്ടയ്ക്ക, പച്ചച്ചീര, ചുവന്ന ചീര, മല്ലി, പുതിന, എല്ലാം നാടൻ പയർ, അച്ചിങ്ങ പയറല്ലേ, അങ്ങനെ എല്ലാതും ഞങ്ങൾ ആ ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ അവർ ആവശ്യക്കാർ വന്ന് വാങ്ങും. ഓ അത് ശരി. മുരിങ്ങയുടെ ഇല, മുരിങ്ങക്കായ, അങ്ങനെ അതെല്ലാം ആവശ്യക്കാർ ലൈവായിട്ട് തന്നെ അവർക്ക് വാങ്ങാം. അപ്പൊ അതിന് നമുക്ക് അത് പബ്ലിക്കായിട്ട് എന്താ പറയാ അനൗൺസ് ചെയ്തിട്ടൊന്നല്ല, പക്ഷെ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യും. അപ്പൊ ആ ഗ്രൂപ്പിലേക്ക് അവരെ ആഡ് ചെയ്യും. അങ്ങനെ വിപണി എന്നൊരു ഗ്രൂപ്പാണേ. ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ വരുന്ന അവർ പറയുമ്പോൾ കുറച്ച് വെണ്ടയ്ക്ക് വേണമെന്ന് പറയുമ്പോൾ വെണ്ടയ്ക്ക് റെഡിയാക്കി വയ്ക്കും, അവർ കൊണ്ടുപോകും. ഓക്കെ. അപ്പം ഒരുപാട് സന്തോഷം സുധീഷിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ നമുക്ക് അറിയാൻ കഴിയുന്നതിൽ. ഇത് തീരുന്നില്ല, നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ ആൾക്കാരുമായിട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഷെയറിലേക്ക് പോകാം. തീർച്ചയായും. താങ്ക് യു.